A quick revision on the fundamental theorem of algebra. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു നമ്പേഴ്സ് ഒറിജിനേറ്റ് ചെയ്തത് കൗണ്ടിങ് നമ്പേഴ്സ് ആണ്. 1, 2, 3 പോലെയുള്ള കൗണ്ടിങ് നമ്പേഴ്സ് ആണ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ബീയിങ്സിൽ ഒറിജിനേറ്റ് ചെയ്ത നമ്പേഴ്സ്. പിന്നെ -1, -2, -3 എന്നുള്ള നെഗറ്റീവ് നമ്പേഴ്സ് വന്നു. പിന്നീട് 0 വന്നു. അതിന് പിന്നിൽ പല ചരിത്രങ്ങളുണ്ട്. പിന്നീടാണ് റാഷണൽ നമ്പേഴ്സ്, numbers which can be written in the form p by q, where p, q are integers and q not equal to 0. ഈ രൂപത്തിലുള്ള നമ്പേഴ്സ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ് അത് വന്നു. ഓക്കെ, നാച്ചുറൽ ആയിട്ടുള്ള ഓരോ ആവശ്യങ്ങളുടെ പുറത്ത് ഉണ്ടായി വന്ന നമ്പേഴ്സ് ആണ് p by q എന്നുള്ളത്. ഡിവിഷൻ, ഫ്രാക്ഷൻ ഒക്കെ, അതായത് ഒരു സാധനത്തെ 3ആയി ഭാഗിച്ച് അതിൽ 1 എന്നൊക്കെ ഉള്ളതിനെ 1/3 എന്നൊക്കെ ഡിനോട്ട് ചെയ്തുകൊണ്ട് നമ്മളെ റാഷണൽ നമ്പേഴ്സ് ഒരു പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായതല്ല, ഒരു നീണ്ട ചരിത്രത്തിന്റെ പുറത്താണ് ഇങ്ങനെയുള്ള രൂപത്തിലേക്ക് നമ്പേഴ്സ് വന്നത്. ഇതും കൂടി വന്നതിന് ശേഷം വീണ്ടും ചില നമ്പേഴ്സ് √2, √3 പോലെയുള്ള നമ്പേഴ്സ് ഇത് p by q ഫോമിൽ എഴുതാൻ കഴിയില്ല എന്ന് കണ്ടതുകൊണ്ടാണ് അങ്ങനെയുള്ള നമ്പേഴ്സിനെ ഇറാഷണൽ എന്ന് വിളിച്ചത്. √2, √3, √5 പോലെയുള്ള നമ്പേഴ്സ് ഇറാഷണൽ നമ്പേഴ്സ് ആണ്. വി കനോട്ട് റൈറ്റ് ദം ആസ് എ റാഷണൽ നമ്പർ ഇൻ ദ ഫോം p by q, where q not equal to 0. അങ്ങനെ എഴുതാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ഇവരെ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വിളിച്ചു. ഈ ഇറാഷണൽ നമ്പേഴ്സും റാഷണൽ നമ്പേഴ്സും എല്ലാം കൂടിയാണ് റിയൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഉണ്ടായത്. അപ്പോഴും നമ്മളുടെ ഇക്വേഷൻസ് സോൾവ് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ ആലോചിക്കുമ്പോൾ പല മാത്തമാറ്റിക്സിലെ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നതിൻ്റെ ഒക്കെ ആവശ്യങ്ങൾ വന്നു. ഓരോരോ സിറ്റുവേഷൻസിനനുസരിച്ച് നമുക്ക് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് വന്നു. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പേഴ്സ് അതിൻ്റെ സൊല്യൂഷൻസ് ആയിട്ടുണ്ടോ എന്നുള്ള ഡിസ്കഷൻ വന്നു. അപ്പോഴൊക്കെ ചില ഇക്വേഷൻസിന് വീണ്ടും സൊല്യൂഷൻസ് ഇല്ല എന്നുള്ളത് കണ്ടെത്തി. ഓക്കെ, റിയൽ നമ്പേഴ്സ് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻഡ് ആയി. റിയൽ നമ്പേഴ്സിൽ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഡിഫൈൻ ചെയ്തു. അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ആക്സിയംസ് 11 ആക്സിയംസ് നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തതാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് സ്ക്വയർ ഓഫ് എ റാഷണൽ നമ്പർ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് എന്നുള്ളത് നമ്മൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും. സ്ക്വയർ ഓഫ് എ റിയൽ നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള ഇക്വേഷൻസിന് സൊല്യൂഷൻ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ വി കാനോട്ട് ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ ദിസ് ഇക്വേഷൻ. ഇതിന് നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയില്ല, കാരണം ഇതൊരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. കൂടാതെ +4 ആഡ് ചെയ്താൽ ഒരിക്കലും 0 ആവില്ല. അങ്ങനെയാണ് കോംപ്ലക്സ് നമ്പേഴ്സ് വന്നത് a + ib എന്നുള്ള ഫോമിൽ, വേർ i സ്റ്റാൻഡ്സ് ഫോർ ദ √(-1). ഇപ്പൊ √(-4) എന്നൊക്കെ ഉള്ളത് നമുക്ക് √(-1) ഇൻറ്റു √(4) ദാറ്റ് ഈസ് 2i എന്നുള്ള രീതിയിലേക്ക് എഴുതാം. അപ്പൊ ഇതേപോലെ കോംപ്ലക്സ് നമ്പേഴ്സും വന്നു. കോംപ്ലക്സ് നമ്പേഴ്സും വന്നു കഴിയുമ്പോൾ ഇനിയുള്ള നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഒരു ഇക്വേഷൻ, അതായത് ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര എന്നുള്ളതാണ് പിന്നീട് നമുക്ക് വരുന്നത്. f(x = 0) എന്നൊരു ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ അതിന് സൊല്യൂഷൻ ഉണ്ടോ? ഓൾവേസ് സൊല്യൂഷൻ f(x = 0) whatever it may be, കോഎഫിഷ്യൻസ് കോംപ്ലക്സോ റിയലോ ആയിക്കോട്ടെ, അതിനെപ്പോഴും സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അങ്ങനെ സൊല്യൂഷൻ ഉണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഈ തിയറം, ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര സ്റ്റേറ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, എവരി സിംഗിൾ വേരിയബിൾ പോളിനോമിയൽ വിത്ത് കോംപ്ലക്സ് കോഎഫിഷ്യൻസ് ഹാസ് അറ്റ്ലീസ്റ്റ് 1 കോംപ്ലക്സ് റൂട്ട്. ഓക്കെ, എവരി പോളിനോമിയൽ ഇക്വേഷൻ, ഇതുപോലെയുള്ള ഏത് ഇക്വേഷൻ വാട്ടെവർ ബി ദ ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, അതിന് ഒരു സൊല്യൂഷൻ എങ്കിലും ഉണ്ടാവും, ഒരു കോംപ്ലക്സ് റൂട്ട് എങ്കിലും ഉണ്ടാവും. ഓക്കെ, അതാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര. അപ്പൊ ഇതിന്റെ പ്രൂഫിന് വേണ്ട ചില കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു, കോംപ്ലക്സ് അനാലിസിസ് പഠിക്കുമ്പോൾ അതിൽ വരുന്ന ചില റിസൾട്ട്സ്, കൺസെപ്റ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ പ്രൂഫ് കൊടുക്കാൻ കഴിയും. അപ്പൊ പ്രൂഫ് അപ്പൻഡിക്സിലുണ്ട്. പലതരം പ്രൂഫുകൾ ഇതിന് അവൈലബിൾ ആണ്. അതിലൊന്ന് നമ്മളുടെ ടെക്സ്റ്റിന്റെ അപ്പൻഡിക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നോക്കാം. തൽക്കാലം അത് സിലബസിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്കാണ്. ഇനി ഒരു റൂട്ട് ഉണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര പറയുന്നത്. ഒരു പോളിനോമിയൽ ഇക്വേഷന് അറ്റ്ലീസ്റ്റ് 1 റൂട്ട് ഉണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട്, അത് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ട് യു ക്യാൻ പ്രൂവ് ദാറ്റ് എ പോളിനോമിയൽ ഇക്വേഷൻ വിത്ത് ഡിഗ്രി n has exactly n roots.
n റൂട്ടുകൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും. അതെങ്ങനെ പ്രൂവ് ചെയ്യാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് ആൽഫ വൺ ഇൻറ്റു എഫ് വൺ എക്സ് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ കഴിയും, വേർ ആൽഫ വൺ ഈസ് എ റൂട്ട്. ഒരു ഇക്വേഷന്റെ ഒരു റൂട്ട് ആൽഫ വൺ ആണെങ്കിൽ എഫ് ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ഒരു ഫാക്ടർ എക്സ് മൈനസ് ആൽഫ വൺ ഉണ്ടാവും. അത് ഉപയോഗിച്ചുകൊണ്ട് ഫാക്ടറൈസേഷൻ നടത്താം. ദിസ് വിൽ ബി ദ ക്വോഷ്യന്റ് എഫ് വൺ ഓഫ് എക്സ്. ഓക്കെ, നൗ യു കൺസിഡർ ദ ഇക്വേഷൻ എഫ് വൺ ഓഫ് എക്സ് ഈക്വൽ ടു 0. എഫ് ഓഫ് എക്സിന്റെ ഡിഗ്രി n ആണെങ്കിൽ എഫ് വൺ ഓഫ് എക്സിന്റെ ഡിഗ്രി n മൈനസ് 1 ആയിരിക്കും. വീണ്ടും ഫണ്ടമെന്റൽ തിയറം ഓഫ് ഓൾജിബ്ര അപ്ലൈ ചെയ്യുന്നു. ഇറ്റ് വിൽ ഹാവ് അനദർ റൂട്ട്, ലെറ്റ് ഇറ്റ് ബി ആൽഫ 2. Therefore, x minus alpha 2 will be a factor. Then f1 of x can be expressed in the form x minus alpha 2 multiplied with f2 of x. Proceeding like this, we can obtain fn minus 1 of x. ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഓരോ ലീനിയർ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ബാക്കിയുള്ള കോഷ്യന്റ് എടുത്ത് അതിന് വീണ്ടും ഡിവൈഡ് ചെയ്ത് ലാസ്റ്റ് fn minus 1 x you can write like a naught into x minus alpha n. എക്സ് മൈനസ് ആൽഫ എന്നുള്ള ലീനിയർ ഫാക്ടറും കൂടി ലാസ്റ്റ് nth ലീനിയർ ഫാക്ടറും കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കോഎഫിഷ്യന്റ് ഒരു കോൺസ്റ്റന്റ് മാത്രമായിരിക്കും. ലീഡിങ് കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന കോൺസ്റ്റന്റ് ആണ് ഈ എ നോട്ട്. ഓക്കെ, നമ്മൾ ഇത് കിട്ടാൻ വേണ്ടി ഉപയോഗിച്ച ഐഡന്റിറ്റീസ് ആണ് ഇതെല്ലാം. ഓരോന്ന് ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്നത് ഇതെല്ലാം കൂടി ഒന്നിച്ച് അപ്ലൈ ചെയ്താൽ യു ക്യാൻ റൈറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് ഇൻറ്റു എക്സ് മൈനസ് ആൽഫ വൺ, എക്സ് മൈനസ് ആൽഫ ടു എക്സെട്ര എക്സ് മൈനസ് ആൽഫ എൻ. ഈ n ലീനിയർ ഫാക്ടേഴ്സ് ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ ഈ ലീനിയർ ഫാക്ടേഴ്സ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ചിലത് റിപ്പീറ്റഡ് ആവാം. ചിലപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ലീനിയർ ഫാക്ടേഴ്സ് എ ബി എക്സെട്ര എൽ ഇവരാണെന്ന് വിചാരിക്കുക. ഇതാണ് ഡിസ്റ്റിങ്ക്റ്റ് ലീനിയർ ഫാക്ടേഴ്സ്. ആൽഫ നമ്പേഴ്സ് ഈക്വൽ ടു എ ആണ്. ഇതിലെ ആൽഫ ഫാക്ടേഴ്സ്, ആൽഫ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എ തന്നെയാണ്, ബീറ്റ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ബി തന്നെയാണ്. അങ്ങനെ ലാംഡ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എൽ ആണ് എങ്കിൽ ഇതിനെ നമുക്ക് ഫാക്ടറൈസേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്യാം. ലൈക്ക് എ നോട്ട് എക്സ് മൈനസ് എ ഓൾ റേസ് ടു ആൽഫ, എക്സ് മൈനസ് ബി റേസ് ടു ബീറ്റ എക്സെട്ര എക്സ് മൈനസ് എൽ റേസ് ടു ലാംഡ. ഇവിടെ ഓരോ ഫാക്ടറും ഒരു നമ്പർ ഓഫ് ടൈംസ് ഇതിൽ ഒക്കർ ചെയ്യാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എ എന്നുള്ള റൂട്ടിനെ എ മൾട്ടിപ്പിൾ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ, ഒരു ഫാക്ടറേ ഉള്ളെങ്കിൽ അതിന്റെ സിമ്പിൾ റൂട്ട് അല്ലെങ്കിൽ സിംഗിൾ റൂട്ട് എന്ന് പറയും. സിംഗിൾ റൂട്ട് ഓർ സിമ്പിൾ റൂട്ട്. ഇവിടെ ആൽഫ 1 ആണെങ്കിൽ അതൊരു സിമ്പിൾ റൂട്ടാണ്. ആൽഫ 2 ആണെങ്കിൽ എ എന്നുള്ളതൊരു ഡബിൾ റൂട്ടാണ്. ആൽഫ 3 ആണെങ്കിൽ അതൊരു ട്രിപ്പിൾ റൂട്ടാണ്. സിമിലർലി ക്വാഡ്രപ്പിൾ റൂട്ട് അല്ലെങ്കിൽ ജനറലി മൾട്ടിപ്പിൾ റൂട്ട് എന്ന് പറയാം. ഓക്കെ, സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ് ഈസ് ദ ഗിവൺ ഇക്വേഷൻ. ഇഫ് ആൽഫ ഈക്വൽ ടു 1, A is said to be a single root or simple root. Okay, രണ്ടും ഉപയോഗിക്കാം, സിമ്പിൾ റൂട്ട് ഓർ നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് സിമ്പിൾ റൂട്ട് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. Now alpha equal to 2, it is a double root. Alpha equal to 3, it is a triple root, etc. In general, A is said to be a root of f of x with the order alpha. Then we can write, നമ്മൾ ഇതില് ആൽഫ ഓർഡർ ആണ് വരുന്നെങ്കിൽ ഈ എക്സ് മൈനസ് എ റേസ് ടു ആൽഫ എന്നുള്ളത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ബാക്കിയുള്ള പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം, കോഷ്യന്റ് ആയിട്ട് കിട്ടുന്നത് ഫൈ ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം. ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബൈ എക്സ് മൈനസ് എ ഓൾ റേസ് ടു ആൽഫ. അപ്പൊ ബാക്കിയുള്ള ഫാക്ടേഴ്സ് മാത്രമേ ഈ ഫൈ ഓഫ് എക്സിലേക്ക് വരുള്ളൂ. അപ്പൊ എഫ് ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ എക്സ് മൈനസ് എ റേസ് ടു ആൽഫ എന്നുള്ളത് ഒരു ഫാക്ടർ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാം കൂടി ചേർന്ന് ഫൈ ഓഫ് എക്സും വരും. യു ക്യാൻ റൈറ്റ് ഇൻ ദിസ് ഫോം. എഫ് ഓഫ് എക്സ് ഇങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, ഇനി ഒരു റൂട്ട് മൾട്ടിപ്പിൾ റൂട്ട് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ എത്ര ഫാക്ടേഴ്സ് വരും എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. അത് അത്ര ഈസി അല്ല. ഓരോ പ്രാവശ്യം ആ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് പിന്നെയും ആ ഫാക്ടർ അവിടെ ഉണ്ടോ എന്ന് നോക്കി അങ്ങനെ വേണ്ടി വരും കണ്ടുപിടിക്കാൻ എത്ര ഫാക്ടർ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അതിന് നമുക്ക് ഡെറിവേറ്റീവ്സുമായിട്ട് കണക്ട് ചെയ്താൽ യു ക്യാൻ ഗെറ്റ് ദ റിസൾട്ട് ഇമ്മീഡിയറ്റ്ലി. If A is a root of f of x with the order alpha, then f of x can be written this form: x minus a raised to alpha phi of x, where phi of x not equal to 0. In this case, when we take the derivative, f dash x equal to, you are getting this derivative product rule ഉപയോഗിച്ച് എഴുതിയതാണ്. If alpha greater than or equal to 2, then f dash a equal to 0. ആൽഫന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണെന്നുണ്ടെങ്കിൽ ഈ ഇവിടെയുള്ള രണ്ട് പവറിലും പോസിറ്റീവ് ആയിട്ടുള്ള ടേംസ് വരും. അതുകൊണ്ട് ഇത് എഫ് ഡാഷ് എ 0 എന്ന് വരും.
ഓക്കെ, എഫ് ഡബിൾ ഡാഷ് എക്സ് ഇവാലുവേറ്റ് ചെയ്താൽ ഇതിൽ ഓരോന്നും പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിച്ച് വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് എഫ് ഡബിൾ ഡാഷ് അറ്റ് എ കാണുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് ഇഫ് ദ വാല്യൂ ഓഫ് ലാംഡ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 then the second derivative also will be 0. ആൽഫയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 വന്നാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് കൊടുക്കുമ്പോൾ 0 ആവും. കാരണം ഇവിടെ ഇത് 0 ആണ്, ഇത് 0 ആണ്, ഇത് 0 ആണ്. ലാസ്റ്റ് ടൈമിൽ ആൽഫ -2 പവറിലുണ്ട്. ആൽഫ 3നേക്കാൾ വലുതോ ഈക്വലോ ആണെങ്കിൽ ഇവിടെയും ഒരു ഫാക്ടർ വരികയാണ്, എക്സ് മൈനസ് എ എന്നുള്ള ഫാക്ടർ. സോ ദാറ്റ് ഓൾസോ വിൽ ബി 0. അപ്പൊ ഇതെല്ലാം കൂടി കൺക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാം എന്നറിയോ, ഒരു സിമ്പിൾ റൂട്ട് അല്ലെങ്കിൽ ഡബിൾ റൂട്ട് ഒക്കെ ആവാനുള്ള കണ്ടീഷൻ ഡിറൈവ് ചെയ്യാം. That you can also obtain from the Taylor's formula for f of x also. f of x പോളിനോമിയൽ ആണ്. അതിന് ടൈലർ സീരീസ് എക്സ്പാൻഷൻ അബൌട്ട് എ എന്നുള്ള രീതിയിൽ ഇതുപോലെ നമുക്ക് റീറൈറ്റ് ചെയ്ത് എഴുതാം. ഇത് നമ്മൾ മുൻപ് കണ്ടതാണ് ഇങ്ങനെ എഴുതാൻ കഴിയുമെന്ന്. എ ഒരു റൂട്ട് ആണെങ്കിൽ ഈ എഫ് ഓഫ് എ എന്നുള്ളത് 0 ആണ്. എഫ് ഓഫ് എ 0 ആണ്, ഈ എഫ് ഡാഷ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മളുടെ പോളിനോമിയല് ഇവിടെ തൊട്ട് തുടങ്ങും, ബാക്കി ഇങ്ങോട്ട്. അപ്പോൾ ഒരു എക്സ് മൈനസ് എന്നുള്ള ഒരു ഫാക്ടർ ഉണ്ടാവും. എഫ് ഡാഷ് 0 അല്ല. ആ കേസിൽ എക്സ് മൈനസ് എന്നുള്ള ഒരു ഫാക്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. എക്സ് മൈനസ് എ സ്ക്വയർ ഫാക്ടർ ആയിട്ട് കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ കഴിയില്ല. എഫ് ഓഫ് എക്സിന് സിംഗിൾ റൂട്ട് അല്ലെങ്കിൽ സിമ്പിൾ റൂട്ട് ആയിട്ടാണ് എ എന്നുള്ള റിയൽ വാല്യൂ ഉണ്ടാവുള്ളൂ. നൗ സപ്പോസ് ബോത്ത് എഫ് ഓഫ് എ ആൻഡ് എഫ് ഡാഷ് എ ആർ സീറോസ്. ഇത് രണ്ടും 0 ആണ് എങ്കിൽ, ഈ രണ്ടും 0 ആണെങ്കിൽ ഇവിടെ വരെ 0 ആയി. പിന്നെയുള്ള ഭാഗത്തു നിന്ന് നമുക്ക് എക്സ് -2 ഹോൾ സ്ക്വയർ പുറത്തെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മളുടെ ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിന് എക്സ് -a ഹോൾ സ്ക്വയർ ഒരു ഫാക്ടർ ആയിട്ട് വരും. ഓക്കെ, എന്താ വരുന്നത്? ദ നമ്പർ a is a double root of f of x. Similarly, if first derivative equal to 0, second derivative also equal to 0, in that case what happens is up to this it will be 0. ഈ 3 ടേംസും 0. പിന്നെ ഉള്ളതില് എക്സ് മൈനസ് എ ക്യൂബ് എന്നാ വരിക. അപ്പൊ ബാക്കി അങ്ങോട്ടുള്ളതിൽ എല്ലാ ഹയർ പവേഴ്സ് ഓഫ് എക്സ് മൈനസ് എ ഉണ്ടാവുന്നത് കൊണ്ട് എക്സ് മൈനസ് എ ക്യൂബ് എന്നുള്ളത് പുറത്തെടുക്കാൻ പറ്റും ഫോർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. സോ എ വിൽ ബി എ ട്രിപ്പിൾ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ്. അതാണ് ഇവിടെ താഴേക്ക് സ്റ്റേറ്റ് ചെയ്തത്. ഇഫ് എ ഇസ് എ സിമ്പിൾ റൂട്ട്, എഫ് ഓഫ് എ 0 ബട്ട് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് നോട്ട് ഈക്വൽ ടു 0. A is a double root, then f of a and f dash is 0, but the f double dash is not equal to 0. Triple root ആവുന്ന കേസിലോ ഫസ്റ്റ് 3 ടേംസ് f of a, f dash a, f double dash is 0 ആണ്, but f triple dash of a 0 അല്ല. ഇത് ജനറലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റൂട്ട് ഓഫ് ഓർഡർ ആൽഫ ആണെങ്കിൽ ആൽഫയ്ക്ക് താഴോട്ടുള്ള എല്ലാ നമ്പറിനും ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് തൊട്ട് ആൽഫ -1th ഡെറിവേറ്റീവ് വരെ 0 ആവും. പക്ഷെ ആൽഫാത്ത് ഡെറിവേറ്റീവ് 0 ആവില്ല. അതാണ് കണ്ടീഷൻ. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലംസ് ചെയ്യാം. ഈ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു n മൈനസ് എൻ എക്സ് പ്ലസ് n മൈനസ് 1 ഈക്വൽ ടു 0 n ഗ്രേറ്റർ ദാൻ 1 ഈസ് സാറ്റിസ്ഫൈഡ് ബൈ എക്സ് ഈക്വൽ ടു 1. വാട്ട് ഈസ് ദ മൾട്ടിപ്ലിസിറ്റി ഓഫ് ദിസ് റൂട്ട്? അപ്പോൾ മൾട്ടിപ്ലിസിറ്റി കാണണമെങ്കിൽ എന്ത് ചെയ്യും? ഓൾറെഡി ഇത് ഒരു റൂട്ട് നമുക്ക് കിട്ടും. വെൻ യു സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഈക്വൽ ടു 1 ഇൻ ദിസ് ഇക്വേഷൻ ബിക്കംസ് ട്രൂ. സോ ഇറ്റ് ഈസ് എ റൂട്ട്, അറ്റ്ലീസ്റ്റ് ഇറ്റ് ഈസ് എ റൂട്ട്. ഇനി മൾട്ടിപ്ലിസിറ്റി കിട്ടാൻ എന്ത് ചെയ്യും? എഫ് ഡാഷ് എക്സിന് അത് റൂട്ട് ആവുമോ എന്ന് ചെക്ക് ചെയ്തു. എഫ് ഡാഷ് എക്സ് ഇവാലുവേറ്റ് ചെയ്തു. ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്തു. എക്സ് റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എൻ എക്സ് റൈസ് ടു n മൈനസ് 1 മൈനസ് എൻ എക്സിന്റെ ഡെറിവേറ്റീവ് n. ഇപ്പോൾ എഫ് ഡബിൾ ഡാഷ് എക്സും കൂടി കണ്ടുവച്ചു. എഫ് ഓഫ് 1ഉം 0 ആണ്, എഫ് ഡാഷ് 1ഉം 0 ആണ്. എഫ് ഡബിൾ ഡാഷ് 1ല് എക്സിന് 1 എന്ന് കൊടുത്താൽ ഇത് 0 അല്ല. അപ്പൊ പിന്നെ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? 1 ഈസ് എ ഡബിൾ റൂട്ട്. ഫംഗ്ഷണൽ വാല്യൂ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആണ്, സെക്കൻഡ് ഡെറിവേറ്റീവ് നോട്ട് ഈക്വൽ ടു 0 ആണ്. Therefore 1 is a double root. Now coming to another example. Can any other root of the same equation be a multiple root? വേറെ ഏതെങ്കിലും മൾട്ടിപ്പിൾ റൂട്ട് ആവുമോ അതർ ദാൻ 1 എന്നാണ് ചോദ്യം. അപ്പൊ 1 ഒരു മൾട്ടിപ്പിൾ റൂട്ട് ആണ്. ഇനി വേറെ മൾട്ടിപ്പിൾ റൂട്ട് ഉണ്ടാവുമോ എന്ന് നോക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെക്ക് ചെയ്താൽ മതി? മൾട്ടിപ്പിൾ റൂട്ട് ഉള്ളതിനൊക്കെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തായാലും 0 ആവണം. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടു. ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുമ്പോൾ ഇതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ്. അത് 0 ആവുന്ന പോയിന്റ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു. ആ പോയിന്റ്സിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിന്റ്സിൽ നമ്മൾ ഒറിജിനൽ ഫംഗ്ഷൻ അതും കൂടി 0 ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ഡബിൾ റൂട്ട്.
അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിന്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇറ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ n എന്തായാലും 0 അല്ല. പിന്നെ ആൽഫ റൈസ് ടു n മൈനസ് 1 ഈക്വൽ ടു 1 ആണ്. ആൽഫ റൈസ് ടു n ഈക്വൽ ടു ആൽഫയാണ്. അത് നമ്മളുടെ ഗിവൺ എഫ് ഓഫ് ആൽഫയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൽഫ റൈസ് ടു n എന്നുള്ളത് ആൽഫ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ ആൽഫ മൈനസ് എൻ ആൽഫ പ്ലസ് എൻ മൈനസ് 1 ഈക്വൽ ടു 0 എന്നാ വരിക. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആൽഫ പുറത്തെടുക്കാം. ആൽഫ പുറത്തെടുത്താൽ 1 മൈനസ് എൻ വരും. പ്ലസ് വീണ്ടും ഒരു 1 മൈനസ് 1 പുറത്തെടുത്താൽ വീണ്ടും ഇവിടെ 1 മൈനസ് എൻ വരും. സോ ദിസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് ആൽഫ മൈനസ് 1 ഇൻറ്റു 1 മൈനസ് എൻ ഈക്വൽ ടു 0. ഇതിലേക്ക് നമുക്ക് മാറ്റി എഴുതാൻ പറ്റും ഈ ഇക്വേഷന്. പക്ഷെ ഇത് ട്രൂ ആവണമെങ്കിൽ എന്ത് മാത്രമേ പറ്റൂ, n ഈക്വൽ ടു 1 എന്നുള്ള n ഗ്രേറ്റർ ദാൻ 1 ഒക്കെ വരുന്ന കേസാണല്ലോ നമ്മൾ നോക്കുന്നത്. n-ന്റെ വാല്യൂ ഇവിടെ എന്താ തന്നിരിക്കുന്നത്, n ഈക്വൽ ടു 0 എന്നുള്ള കേസ് അല്ല, n ഗ്രേറ്റർ ദാൻ 1 ഇവിടെ തന്നിട്ടുണ്ട്. സോ ആൽഫ മൈനസ് 1 തന്നെ ആവണം 0 ആവുന്നത്. ആൽഫ മൈനസ് 1 0 ആവാന്ന് പറഞ്ഞാൽ ആൽഫ ഈക്വൽ ടു 1 തന്നെ ആയേ മതിയാവൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഒരു റൂട്ട് 1 ഉണ്ട്, വേറൊരു റൂട്ടും മൾട്ടിപ്പിൾ റൂട്ടായിട്ട് വരില്ല എന്നുള്ളത് ഇതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാം. Okay, now there are so many problems related to that. Write a polynomial of lowest degree that for x equal to 0 takes the values 1 and has the following roots: 1 and minus 1 as simple roots, 2 as double root, minus 3 as a triple root. ഇങ്ങനെയൊക്കെ വരുന്ന പോളിനോമിയൽ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ലോവസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. എക്സിന് 0 കൊടുത്താൽ പോളിനോമിയൽ എടുക്കേണ്ട വാല്യൂ 1 ആണ്. അതായത് എഫ് ഓഫ് 0 എന്നുള്ളത് 1 ആവണം. എഫ് ഓഫ് 0 1 ആവുക മാത്രമല്ല, പിന്നെ എന്തും കൂടി ഉണ്ട്, 1 മൈനസ് 1 ഒക്കെ സിമ്പിൾ റൂട്ട് ആണ്. അപ്പൊ എക്സ് മൈനസ് 1 ഫാക്ടർ ആവണം, എക്സ് പ്ലസ് 1 ഫാക്ടർ ആവണം, പിന്നെ 2 ആസ് എ ഡബിൾ റൂട്ട്. 2 ഡബിൾ റൂട്ട് ആയതുകൊണ്ട് എക്സ് മൈനസ് 2 സ്ക്വയർ അതിന്റെ ഒരു ഫാക്ടർ ആവണം, പിന്നെ മൈനസ് 3 ആസ് എ ട്രിപ്പിൾ റൂട്ട്. മൈനസ് 3 ട്രിപ്പിൾ റൂട്ട് ആവുക എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 3, എക്സ് മൈനസ് മൈനസ് 3 എന്നുള്ളത് എക്സ് പ്ലസ് 3 ആണല്ലോ, ഇത് ക്യൂബും ഒരു ഫാക്ടർ ആവണം. ഓക്കെ, അപ്പൊ നമ്മളുടെ എഫ് ഓഫ് എക്സ് ഏത് ഫോമിൽ വരും, എഫ് ഓഫ് എക്സ് ഈ ഫോമിലേക്ക് വരേണ്ടി വരും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സം എ നോട്ട് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 സ്ക്വയർ മൾട്ടിപ്ലൈഡ് വിത്ത് എക്സ് പ്ലസ് 3 ക്യൂബ്. ഇതിന്റെ എല്ലാം കൂടി പ്രൊഡക്റ്റ് ആയിരിക്കണം നമ്മളുടെ എഫ് ഓഫ് എക്സ്. ഇതുകൊണ്ട് നമ്മളുടെ പോളിനോമിയലിനെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. കാരണം ഇവിടെ എ നോട്ട് എന്തെന്ന് അറിയണം. എ നോട്ട് അറിയണമെങ്കിൽ യു ക്യാൻ യൂസ് ദ അഡീഷണൽ കണ്ടീഷൻ ഗിവൺ, എഫ് ഓഫ് 0 ഈക്വൽ ടു 1. 1 ഈക്വൽ ടു എക്സിന് പകരം 0 കൊടുത്താൽ എ നോട്ട് ഇൻറ്റു ഇവിടെ മൈനസ് 1, ഇവിടെ 1, പിന്നെ ഇവിടെ മൈനസ് 2 സ്ക്വയർ, പിന്നെ ഇവിടെ 3 ക്യൂബ്. സോ 1 ഈക്വൽ ടു ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, മൈനസ് ഓഫ് മൈനസ് 2 സ്ക്വയർ 4 ആണ്, 3 ക്യൂബ് 27 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് എ നോട്ട് കണ്ടുപിടിക്കുക. ദാറ്റ് യു ക്യാൻ ഡു യുവർ സെൽഫ്. ഓക്കെ, എ നോട്ടും കൂടി കണ്ടുപിടിച്ച് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ വാട്ട് യു ക്യാൻ obtain is the polynomial f of x. Similarly, you can do all the remaining problems. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാന്നേ ഉള്ളൂ. ഇത് നിങ്ങൾ 1 തൊട്ട് 40 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് ഏതൊക്കെ റോൾ നമ്പേഴ്സ് ആണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. ഷെയർ ചെയ്യേണ്ടത് എല്ലാവരും ചെയ്യണം, പക്ഷെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യേണ്ടത് ആരൊക്കെയെന്നുള്ളത് പറയുമ്പോൾ വേഗം ഷെയർ ചെയ്യണം. അപ്പൊ എല്ലാവരും എല്ലാം ചെയ്തു വെച്ചോളൂ. ഓക്കെ, നൗ വൺ മോർ തിങ് ഈസ് ദർ, ഇമാജിനറി റൂട്ട്സ് ഓഫ് ഇക്വേഷൻസ് വിത്ത് റിയൽ കോഎഫിഷ്യൻസ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നതിലെല്ലാം കോഎഫിഷ്യൻസ് കോംപ്ലക്സ് നമ്പേഴ്സ് ആവാമായിരുന്നു. ഓക്കെ, ഇമാജിനറി റൂട്ട്സ് എന്ന് പറയുന്നത്, ഇമാജിനറി എന്ന് പറയുന്ന നമ്പർ എ പ്ലസ് ഐ ബി ഫോമിൽ വരുന്നതാണ്. ഇനി നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ ഒരു ഇക്വേഷൻ വിത്ത് റിയൽ കോഎഫിഷ്യൻസ് ആണെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന തിയറാണ് ഇവിടെ പറയുന്നത്. If an equation with real coefficients has an imaginary root a plus bi of multiplicity alpha, it has also the conjugate root a minus bi of same multiplicity, or imaginary roots occur in conjugate pairs. Conjugate pairs എന്നാണ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല വേർഡ്. ടെക്സ്റ്റിലെ പാർട്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്താന്ന് വെച്ചാല്
ഒരു ഇക്വേഷനിൽ എ പ്ലസ് ഐ ബി എന്ന ഒരു റൂട്ട് ഉണ്ടെങ്കിൽ വിത്ത് മൾട്ടിപ്ലിസിറ്റി ആൽഫ, then for the same equation we will get another root also, that is a minus bi, which is the conjugate of the given number. a plus bi ഒരു റൂട്ട് ആണെങ്കിൽ a minus bi കൂടി ഒരു റൂട്ട് ആണ്. ഫോർ എക്സാമ്പിൾ 1 plus 2i ഒരു റൂട്ട് ആണെങ്കിൽ 1 minus 2i is also a root. ഇപ്പൊ 1 minus ai ഒരു ഡബിൾ റൂട്ട് ആണെങ്കിൽ 1 minus 2i also will be a double root. എന്താണോ ഈ a plus ib-ന്റെ മൾട്ടിപ്ലിസിറ്റി അത് തന്നെയായിരിക്കും അതിന്റെ കോൺജുഗേറ്റ് ആയ കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിസിറ്റി. ഓക്കെ, അതൊരു വളരെ ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ് റിഗാർഡിംഗ് പോളിനോമിയൽ ഇക്വേഷൻസ്. ഓക്കെ, സോ 1 plus 2i റൂട്ട് ആണെങ്കിൽ 1 minus 2i ഓൾസോ റൂട്ട്. അത് ഒരുപാട് കാര്യങ്ങൾ നമുക്കൊരു പോളിനോമിയലിനെ പറ്റി മനസ്സിലാക്കുന്നതിന് ഈ ഐഡിയ സഹായിക്കും. Proof. How will you prove this? Let f of x equal to a naught x raised to n plus etc. This be the equation of f of x with the real coefficients and having imaginary root a plus bi. A plus bi അതിന്റെ ഒരു റൂട്ട് ആണ്. Then f of a plus bi equal to 0. f dash a plus bi 0. അങ്ങനെ ആൽഫ മൈനസ് 1th ഡെറിവേറ്റീവ് അടക്കം 0 ആണ്. ആൻഡ് ദ ആൽഫാത്ത് ഡെറിവേറ്റീവ് നോട്ട് ഈക്വൽ ടു 0. അങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലിസിറ്റി ആൽഫ ആണെങ്കിൽ നമ്മൾ കണ്ടത്. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ ഇഫ് യു കൺസിഡർ, ഇതൊന്ന് റീറൈറ്റ് ചെയ്ത് എഴുതിയാൽ ഗിവൺ എഫ് ഓഫ് എക്സിലെ എക്സിന് പകരം എ പ്ലസ് ബി ഐ റീപ്ലേസ് ചെയ്തുകൊണ്ട് യു ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ. ഓക്കെ, ഇതിൽ റീപ്ലേസ് ചെയ്ത് എഴുതാം. ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് നോക്കൂ, പുതിയ ഇക്വേഷൻ റീപ്ലേസ് ചെയ്താൽ ഇപ്പൊ ഇതാണ് നമ്മുടെ എക്സിന് പകരം എ പ്ലസ് ബി ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇക്വേഷൻ എഴുതി ഇങ്ങനെ റീറൈറ്റ് ചെയ്തു. Now replace each number on the left hand side and right hand side with the corresponding conjugate. Replace with the corresponding conjugate. ഓരോന്നും അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ഇവിടെ a നോട്ട് ഒരു റിയൽ നമ്പർ ആണ്, a പ്ലസ് ബി ഐന്റെ കോൺജുഗേറ്റ് a മൈനസ് ബി ഐ. അതേപോലെ ഓരോ ടേമിലും കോഎഫിഷ്യൻസ് റിയൽ ആണ്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ കറസ്പോണ്ടിങ് കോൺജുഗേറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്തു. റൈറ്റ് സൈഡിൽ സീറോന്റെ കോൺജുഗേറ്റ് 0 തന്നെയാണ്. സോ ഫൈനലി വാട്ട് യു ആർ ഗെറ്റിംഗ് ഈസ് ദിസ് ഇക്വേഷൻ. അതായത് എഫ് ഓഫ് എ മൈനസ് ബി ഐ ഈക്വൽ ടു 0 എന്നുള്ളതാണ്. എഫ് ഓഫ് എ മൈനസ് ബി ഐ ഈക്വൽ ടു 0. എ പ്ലസ് ബി ഐ എന്നുള്ളത് ഒരു റൂട്ട് വിത്ത് മൾട്ടിപ്ലിസിറ്റി ആൽഫ ആണെങ്കിൽ എ മൈനസ് ബി ഐയും കൂടി റൂട്ട് വിത്ത് സെയിം മൾട്ടിപ്ലിസിറ്റി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് എഫ് ഓഫ് എക്സ് 0 എന്നുള്ള ഇക്വേഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ, എ പ്ലസ് ബി ഐ സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ എ മൈനസ് ബി ഐ എന്നുള്ള നമ്പറും അത് സാറ്റിസ്ഫൈ ചെയ്യും. അതാണ് നമ്മളിപ്പോ കണ്ടത്. ട്രൂ ആവണം എന്ന് പറയുന്നത് ഇപ്പൊ കോൺജുഗേറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഐക്ക് പകരം മൈനസ് ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. റൈറ്റ് സൈഡ് റിയൽ ആയതുകൊണ്ട് അതിന്റെ കോൺജുഗേറ്റ് അത് തന്നെയാണ്. അപ്പൊ എഫ് ഓഫ് എ മൈനസ് ബി ഐ 0 എന്ന് കിട്ടും. Similarly, we can show that f dash a minus bi, f alpha minus 1 a minus bi, everything will be 0. കാരണം അതിൽ ഇക്വേഷനിലെല്ലാം കോഎഫിഷ്യൻസ് റിയൽ ആണ്. പിന്നെ നമ്മളുടെ എക്സിനുള്ള സ്ഥാനത്ത് എ പ്ലസ് ബി ഐ എന്നുള്ളത് എ മൈനസ് ബി ഐ കൊണ്ട് റീപ്ലേസ് ചെയ്താൽ വാട്ട് യു ആർ ഗെറ്റിംഗ് ഈസ് റൈറ്റ് സൈഡ് ഓൾസോ വിൽ ബി ദ സെയിം. നമ്മളെ എ മൈനസ് ബി ഐ കൊണ്ട് റീപ്ലേസ് ചെയ്ത് കിട്ടുന്നത് നമ്മൾ ആദ്യം ചെയ്തതിന്റെ കോൺജുഗേറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊരു എക്സ്പ്രഷൻ എഴുതി, കുറെ വലിയ എക്സ്പ്രഷൻ ആണെന്ന് വിചാരിക്കുക. ഇതേപോലെ 2 plus 3i ഓൾ ക്യൂബ് പ്ലസ് 5 into 2 plus 3i സ്ക്വയർ പ്ലസ് 5i അല്ലെങ്കിൽ 5i plus 2 equal to 0. ഇതിൽ കോൺജുഗേറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ ടൈമിലും i മൈനസ് ആക്കിയാൽ മതി. ഇവിടെ മൈനസ് 3i ആക്കുന്നു, ഇവിടെ മൈനസ് 3i ആക്കുന്നു, ഇവിടെ മൈനസ് ഐ ആവുമ്പോൾ ഇവിടെ മൈനസ് 5i ആവുന്നു. ഇങ്ങനെ എടുക്കുന്നതോ ആണ് അതിന്റെ കോൺജുഗേറ്റ്. എവ്രിവെയർ ഐക്ക് പകരം മൈനസ് ഐ റീപ്ലേസ് ചെയ്താൽ അത് കോൺജുഗേറ്റ് ആവും. അത് ഈക്വൽ ടു 0 എന്നുള്ള സാറ്റിസ്ഫൈ എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഇതെല്ലാം 0 എന്ന് കിട്ടുക. ഓക്കെ, നൗ ഇറ്റ് റിമൈൻസ് ടു ഷോ ദാറ്റ് എഫ് ആൽഫ എ മൈനസ് ബി ഐ നോട്ട് ഈക്വൽ ടു 0. നമുക്കറിയാം ഇതൊരു മൾട്ടിപ്ലിസിറ്റി ആൽഫ വരുന്ന ഒരു റൂട്ട് ആണെങ്കിൽ എഫ് ആൽഫ എ പ്ലസ് ബി ഐ എന്നുള്ളത് 0 അല്ല. അപ്പൊ കറസ്പോണ്ടിങ് അതിന്റെ കോൺജുഗേറ്റ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും അത് 0 അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. എഫ് ആൽഫ ഓഫ് എ പ്ലസ് ബി ഐ ഈക്വൽ ടു
നമ്മൾ ഇങ്ങനെയാണെന്ന് സപ്പോസ് ചെയ്തു, എ പ്ലസ് ബി ഐ എന്ന് കൊടുത്തു. ഇത് 0 അല്ല എന്ന് തന്നിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ എ 0 അല്ല, അല്ലെങ്കിൽ ബി 0 അല്ല, അല്ലെങ്കിൽ രണ്ടും കൂടി 0 അല്ല. അതായത് രണ്ടും കൂടി ഒന്നിച്ചും 0 ആവരുത്. ബോത്ത് നോട്ട് ഈക്വൽ ടു 0 ടുഗദർ. അതാണ് നമുക്ക് അറിയാവുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എ മൈനസ് ബി ഐ എന്ന് റീപ്ലേസ് ചെയ്താലോ, എ പ്ലസ് ബി ഐക്ക് പകരം എ മൈനസ് ബി ഐ എന്ന് റീപ്ലേസ് ചെയ്താൽ കറസ്പോണ്ടിങ് ലെഫ്റ്റ് സൈഡിൽ അത് കോൺജുഗേറ്റ് ആയി മാറുന്നു. അതേപോലെ റൈറ്റ് സൈഡിലും അത് എന്താവും, കോൺജുഗേറ്റ് ആയിട്ട് മാറും. ഇവിടെ എ മൈനസ് ബി ഐ എന്ന് വരും. എയും ബിയും ടുഗദർ നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് എ മൈനസ് ബി ഐ ഓൾസോ നോട്ട് ഈക്വൽ ടു 0. എഫ് ആൽഫ ഓഫ് എ മൈനസ് ബി ഐ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ വാട്ട് വി കൺക്ലൂഡ് ഈസ് എ മൈനസ് ബി ഐ എന്ന് പറയുന്നതും ഒരു മൾട്ടിപ്പിൾ റൂട്ട് ആണ് വിത്ത് മൾട്ടിപ്ലിസിറ്റി ആൽഫ. സോ ദാറ്റ് ഈസ് ദ തിയറം. അപ്പം ഇനി അത് വെച്ചിട്ടുള്ള ഫാക്ടറൈസേഷൻ എങ്ങനെയെന്നും കൂടി പറഞ്ഞു കഴിഞ്ഞ് പ്രോബ്ലം കൂടി ചെയ്താൽ സെക്ഷൻ ക്യാൻ ബി കംപ്ലീറ്റ്. ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് കിട്ടി, ഒരു കോംപ്ലക്സ് റൂട്ട് കിട്ടിയാൽ ഒരു കോംപ്ലക്സ് റൂട്ടിനെയും കൂടി ഒപ്പം കിട്ടും. കോംപ്ലക്സ് റൂട്ട്സ് പെയർസ് ആയിട്ടേ വരുള്ളൂ, അവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വരില്ല. ഇമാജിനറി നമ്പർ ഇൻക്ലൂഡ് ചെയ്യുന്ന റൂട്ട്സ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് വരില്ല, ഒന്നിച്ചേ വരുള്ളൂ. എ പ്ലസ് ബി ഐ റൂട്ട് ആണെങ്കിൽ എ മൈനസ് ബി ഐ റൂട്ടാ. കറസ്പോണ്ടിങ് ഫാക്ടേഴ്സ് എങ്ങനെ ഉണ്ടാവും? എക്സ് മൈനസ് എ പ്ലസ് ബി ഐ എന്നുള്ളത് നമുക്ക് ഇതുപോലെ എഴുതാം, -1 കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്. അതേപോലെ എക്സ് മൈനസ് എ മൈനസ് ബി ഐ എന്നുള്ളത് നമുക്ക് എക്സ് മൈനസ് എ പ്ലസ് ബി ഐ ഇതും നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എഴുതാം. അപ്പൊ ഇത് രണ്ടും കൂടി പ്രൊഡക്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടും കൂടി പ്രൊഡക്റ്റ് എടുക്കുന്ന പോലെ ഉണ്ടാവും. ഇത് രണ്ടും കൂടി പ്രൊഡക്റ്റ് എടുക്കുന്ന പോലെ. ഇത് രണ്ടും കൂടി പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ വാട്ട് വി ആർ ഗെറ്റിംഗ് ഈസ് ദിസ്. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ആ ഐ എന്നുള്ള പോർഷൻ ഉണ്ടാവില്ല. രണ്ടും തമ്മിൽ കോൺജുഗേറ്റുകൾ തമ്മിലല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പിന്നെ ഐ ഉണ്ടാവില്ല. അതൊരു റിയൽ കോഎഫിഷ്യൻസ് മാത്രമുള്ള ഒരു ഫാക്ടറായി മാറും. സെക്കൻഡ് ഡിഗ്രി ഫാക്ടർ ആണ്. നമ്മളുടെ ഗിവൺ പോളിനോമിയൽ ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, കുറെ ലീനിയർ ഫാക്ടേഴ്സ് ആയിട്ടും പിന്നെ ബാക്കിയുള്ളത് കുറെ ക്വാഡ്രാറ്റിക് ഫാക്ടേഴ്സ് ആയിട്ടും കൂടി പ്രൊഡക്റ്റ് എടുക്കാം. കാരണം കോംപ്ലക്സ് റൂട്ട്സ് വരുന്നിടത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ രണ്ടിനെയും കൂടി പെയർ ചെയ്തൊരു ക്വാഡ്രാറ്റിക് ഫാക്ടർ ആക്കി മാറ്റാം ഇതേപോലെ. അപ്പൊ എനി പോളിനോമിയലിനെ നമുക്ക് കുറെ ലീനിയർ ഫാക്ടേഴ്സും കുറെ ക്വാഡ്രാറ്റിക് ഫാക്ടേഴ്സും ആക്കി മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ചെയ്ത റിസൾട്ടിന്റെ ഒരു ആപ്ലിക്കേഷൻ. അപ്പൊ അതിന് പ്രോബ്ലംസും കൂടിയേ ഉള്ളൂ. യു കൺസിഡർ ദ ഫസ്റ്റ് പ്രോബ്ലം, ഈ എക്സാമ്പിൾ. ഇതിന്റെ റൂട്ട്സ് തന്നിരിക്കുന്നു, നോക്കൂ. x⁴ + 1 = 0 എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പൊ ഇത് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് ഏതായിരിക്കണം? x⁴ = -1 ആവണം. അപ്പൊ എക്സ് എന്ന് പറയുന്നത് ശരിക്കും -1⁴ എന്നാണ് വരിക. ഞാനിത് എക്സ്ട്രാ എഴുതാൻ കാരണം ഇങ്ങനെ വരുന്ന നമ്പേഴ്സ് 4 ഡിഫറെന്റ് കോംപ്ലക്സ് നമ്പേഴ്സ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സ് ആയിട്ടുണ്ട്. x⁴ = -1. അതെല്ലാം കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ കോംപ്ലക്സ് അനാലിസിസിൽ ചെയ്യും. കോംപ്ലക്സ് അനാലിസിസ് നിങ്ങൾ പഠിക്കും. അതിൽ ആ റൂട്ട്സ് എല്ലാം എങ്ങനെ ചെയ്യാം, കണ്ടുപിടിക്കാം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഈ വർഷം തന്നെ ചെയ്യും. ബേസിക് മാത്തമാറ്റിക്കൽ അനാലിസിസിന്റെ കൂടെ ഒരു മൊഡ്യൂൾ ഉണ്ട്, അതിൽ നന്നായിട്ട് ചെയ്യും എങ്ങനെയാണത് കണ്ടുപിടിക്കാന്നൊക്കെ. ഇവിടെ ആ റൂട്ട്സ് 4 തന്നിരിക്കുന്നു. ഇതാണ് 4 റൂട്ട്സ്. ഈ 4 റൂട്ട്സിൽ നമ്മൾ അതിനെ ഫാക്ടറൈസ് ചെയ്യുക. അപ്പൊ എക്സ് മൈനസ് ഫസ്റ്റ് ഫാക്ടർ ഇട്ടു, ഇതാണ് എണ്ണം. അതിന്റെ കോൺജുഗേറ്റ് ആണിത്. എക്സ് മൈനസ് ഈ ഫാക്ടർ ഇടുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടുക. ഇത് രണ്ടും കൂടി പ്രൊഡക്റ്റ് എടുത്താൽ ഈ x-1/2 എന്നുള്ളത് കോമൺ ആണ് ഇവിടെ. x-1/√2 അത് രണ്ടും കൂടി സ്ക്വയർ എടുക്കാം. പിന്നെ ഇത് ഇങ്ങനെയുള്ള ഫോമിലേക്ക് വരാം. a - b × a + b എന്നുള്ളത് a² - b² ആവുമല്ലോ. അതേപോലെ ഇവിടെ നമുക്ക് കിട്ടുക എന്താണെന്നറിയോ, x-1/√2 എന്നുള്ളതാണ് എന്റെ സ്ഥാനത്ത്, അതിന്റെ സ്ക്വയർ മൈനസ് ബിന്റെ സ്ഥാനത്ത് ഇവിടെ i/√2. ഇവിടെ -b, ഇവിടെ +b. അപ്പൊ -i/√2ന്റെ സ്ക്വയറും അങ്ങനെയും കൂടി എഴുതാം. സോ ഇറ്റ് വിൽ ബി x-1/√2 ഹോൾ സ്ക്വയർ -i/√2ന്റെ സ്ക്വയറോ, i² എന്നുള്ളത് -1 ആവും. -1/2 എന്നായി മാറും √2ന്റെ സ്ക്വയർ. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്താൽ x² - 2 × 1/√2 × x +1/√2 സ്ക്വയർ +1/2 ഇങ്ങനെയൊക്കെ ആയി മാറുമ്പോൾ ദിസ് വിൽ ബി x². 2/√2 എന്നുള്ളത് √2 ആവും, -√2x. ഇവിടെ വീണ്ടും 1/2, ഇവിടെ 1/2. അപ്പോൾ ഇത് +1 ആയി മാറും. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. സിമിലർലി അടുത്ത രണ്ടും കൂടി പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് ഇതുപോലെ കിട്ടും. ഇതുപോലെ തന്നെ നമ്മൾ a + b × a - b എന്നുള്ളത് a² - b² ഫോമിലേക്ക് മാറ്റിയൊക്കെ എഴുതുമ്പോൾ ഇതും കിട്ടും. അപ്പൊ നമ്മളുടെ ഈ പോളിനോമിയലിനെ എങ്ങനെ എഴുതാം? ഈ രണ്ട് ഫാക്ടറിന്റെ പ്രൊഡക്റ്റ് ആണ് ഇത് വരിക.
ഇതിനെ ഇങ്ങനെ എഴുതാം, കാരണം ഓരോന്നിനും കറസ്പോണ്ടിങ് ഫാക്ടറുകൾ എടുത്ത് പ്രൊഡക്റ്റ് എടുത്താൽ ഇത് കിട്ടണമല്ലോ. സോ ദ x raised to 4 plus 1 can be rewritten like this, product of two quadratic factors. ഇതൊക്കെ ഓരോരോ സിറ്റുവേഷൻസിൽ ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ വരും. നമുക്ക് ചിലപ്പോൾ ക്വാഡ്രാറ്റിക് ഫാക്ടേഴ്സ് ആയിട്ട് എഴുതേണ്ടൊക്കെ ആവശ്യങ്ങൾ വരും. അതിൻ്റെയൊക്കെ തിയറി എങ്ങനെ നമുക്കത് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഈ തിയറി ഓഫ് ഇക്വേഷൻസിൽ നമ്മൾ ചെയ്തു വെക്കുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു ദ പ്രോബ്ലംസ് ലീനിയർ ആൻഡ് ക്വാഡ്രാറ്റിക് ഫാക്ടേഴ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാനാണ് ഇപ്പോൾ പറയുന്നത്. സെപ്പറേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾക്കറിയാം എക്സ് റേസ് ടു 4 + 4, ഇതിന്റെ എല്ലാ റൂട്ട്സും കണ്ടുപിടിച്ചാലും മതി. അതിന്റെ എല്ലാ റൂട്ട്സും കണ്ടുപിടിച്ചാലും നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് കിട്ടും. ഇതിന്റെ റൂട്ട്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഒന്നാമത്തെ ഇക്വേഷൻ എക്സ് റേസ് ടു 4 എന്നുള്ളത് ഈക്വൽ ടു -4 എന്ന് വരും. ഓക്കെ, -4 റേസ് ടു 1/4 എന്ന് വരും. അത് ഏതൊക്കെയാന്നുള്ള 4 വാല്യൂസ് കണ്ടുപിടിക്കാൻ എളുപ്പത്തിൽ ചെയ്യാനുള്ള മെത്തേഡ് ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സമയം എടുക്കും. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ 4 റൂട്ട് ഉപയോഗിച്ച് 2 എണ്ണം കോൺജുഗേറ്റ് ടു ഈച്ച് അതർ ആയിരിക്കും, മറ്റു 2 കോൺജുഗേറ്റ് ടു ഈച്ച് അതർ ആണ്. അത് രണ്ടും വെച്ച് നമ്മളിപ്പോ ഈ എക്സാമ്പിളിൽ കണ്ട പോലെ ഫാക്ടറൈസ് ചെയ്താൽ മതിയാവും. അതാണ് ഇതിൽ ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും എന്നറിയോ? വേറെ രീതിയിൽ ഞാൻ നോക്കിയിട്ട് പറയാം മറ്റേത് അടിച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതാണെന്നുണ്ടെങ്കിലാണ് ഇവിടെ എളുപ്പം വരിക. അത് ഇൻക്ലൂഡഡ്, അത് അറിയാം എന്നുള്ള രീതിയിലാണ് ഇതിന്റെ മുന്നത്തെ സെക്ഷനിലൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഈ -4 റേസ് ടു 1/4 ഒക്കെ എല്ലാ വാല്യൂസും ഇവാലുവേറ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതിലെ എക്സാമ്പിൾസ് നിങ്ങൾ ഇവിടെ ഫാക്ടറൈസ് ചെയ്യുന്നത് പറ്റുന്നത് ഏതാന്ന് നോക്കൂ. ഓൾറെഡി ഒരു ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ബാക്കി ഫാക്ടർ കണ്ടെഴുതാം. അതിന് മുമ്പായിട്ട് വേണമെങ്കിൽ ഈ പ്രോബ്ലംസ് ആദ്യം ചെയ്തോളൂ. 7th പ്രോബ്ലം, ഇതിന് എക്സ് റേസ് ടു 4 ആണ് ഹയസ്റ്റ് പവർ ആയിട്ട് വരുന്ന 10. ഇതിന് ഒരു റൂട്ട് ഉണ്ട് 2 + 3i. അപ്പൊ നമുക്ക് ഒരു റൂട്ടും കൂടെ കിട്ടും 2 - 3i. അപ്പൊ 2 ഫാക്ടർ കിട്ടും, x - 2 + 3i പിന്നെ x - 2 - 3i. ഇത് ഈ ബ്രാക്കറ്റ് ഒക്കെ മാറ്റി വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ നമുക്കൊരു ലീനിയർ ഫാക്ടർ കിട്ടും. ഇതിന്റെ ആ ലീനിയർ ഫാക്ടർ അല്ല, ക്വാഡ്രാറ്റിക് ഫാക്ടർ കിട്ടും. ആ ക്വാഡ്രാറ്റിക് ഫാക്ടർ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്താൽ കൂടെ വരുന്ന മറ്റേ ക്വാഡ്രാറ്റിക് ഫാക്ടർ കിട്ടും. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന കോഷ്യന്റ് ആയിരിക്കുമല്ലോ മറ്റേ ക്വാഡ്രാറ്റിക് ഫാക്ടർ. അപ്പൊ മറ്റേ ക്വാഡ്രാറ്റിക് ഫാക്ടർ ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതർ 2 പോസിബിൾ റൂട്ട്സ് കൂടി നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് 7th ഇക്വേഷൻ സോൾവ് ചെയ്യുക. അതേപോലെയാണ് 8th. 1 + i റൂട്ട് ആണെങ്കിൽ 1 - i റൂട്ടാന്ന് കിട്ടും. 2 ഫാക്ടർ കിട്ടി. ആ 2 ഫാക്ടർ വെച്ച് പ്രൊഡക്റ്റ് എടുത്ത് ഡിവൈഡ് ചെയ്താൽ ബാക്കിയുള്ള കോഷ്യന്റ് കിട്ടും. അത് ഈക്വൽ ടു 0 സോൾവ് ചെയ്താൽ നമുക്ക് പിന്നെ വരുന്നത് കിട്ടും. അപ്പൊ ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു എക്സ്ട്രാ ആയിട്ട് എക്സിന് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാലും ഇക്വേഷൻ ട്രൂ ആവും. എക്സിന് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാലും ഇക്വേഷൻ ട്രൂ ആവും. എക്സ് 1 അല്ലെങ്കിൽ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ ട്രൂ ആവുന്നത് കൊണ്ട് ഒരു ഫാക്ടറും കൂടെ കിട്ടും. അപ്പോൾ ഓരോരോ ഫാക്ടറിന് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിച്ച് സൊല്യൂഷൻ കാണാം. അതേപോലെയാണ് ഈ 9th പ്രോബ്ലത്തിലും ഒരു റൂട്ട് i എന്ന് തന്നു. അപ്പൊ മറ്റേ റൂട്ട് -i എന്നുണ്ട്. അപ്പൊ 2 ഫാക്ടർ കിട്ടി. കറസ്പോണ്ടിങ് പ്രൊഡക്റ്റ് എടുത്തിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ഡിഗ്രി കുറഞ്ഞു കിട്ടും. അതിന് പിന്നെ നമുക്ക് ട്രയൽ മെത്തേഡിലൊക്കെ അപ്ലൈ ചെയ്ത് 1-2 റൂട്ട്സ് കൂടി കണ്ടുപിടിച്ചതിന് ശേഷം കറസ്പോണ്ടിങ് ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ബാക്കി അങ്ങനെ പ്രൊസീഡ് ചെയ്യേണ്ടി വരും. ചെറിയ പണി എടുത്തിട്ടായിരിക്കും അതെല്ലാം കിട്ടേണ്ടത്. ഓക്കെ, നിങ്ങളത് ചെയ്തു നോക്കൂ. സംശയങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. പിന്നെ അതുപോലെ വ്യത്യാസം വരാൻ സാധ്യതയില്ല. ഇനിയുള്ള 11th പ്രോബ്ലം ഉണ്ടല്ലോ. 11th പ്രോബ്ലത്തില് √2 അതൊക്കെ സ്റ്റാർ ഇട്ട് വരുന്നത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലെവലിലേക്ക് വരുന്നതാണ്. എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. √2 + i എന്നുള്ളത് ഒരു റൂട്ടാണ് എന്നാണ് തന്നിരിക്കുന്നത് 11th പ്രോബ്ലത്തില്. √2 + i ഒരു റൂട്ടാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി റൂട്ടുകൾ എന്തൊക്കെ ചെയ്യാന്നറിയോ? √2 - i ഒരു റൂട്ടാണ്. പിന്നെ ഈ √2 എന്ന് പറയുന്നതിനെ സേർഡ് എന്ന് പറയും. സേർഡ് √2 ഇറാഷണൽ വരുന്നതാണല്ലോ. അങ്ങനെയാകുമ്പോൾ -√2 + i എന്ന് എടുത്താലും ഈ ഇത് റൂട്ടാന്ന് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഇവിടെ ഇല്ല, വേറെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടത്. ക്വാഡ്രാറ്റിക് ഈ സേർഡുകൾ ഇൻക്ലൂഡ് ആവുന്നത്, അതായത് ഇങ്ങനെ √2 √3 പോലെയുള്ളത് ഇൻക്ലൂഡ് ചെയ്യുന്ന നമ്പേഴ്സും കോൺജുഗേറ്റ് പെയർസ് ആയിട്ടാണ് കിട്ടുക. അപ്പൊ ഇവിടെ -√2 + i കൊടുക്കുന്നത് റൂട്ടാണ്. കൂടാതെ -√2 - i റൂട്ടാണ്. അങ്ങനെ 4 റൂട്ട് കിട്ടും. ഇതൊന്ന് 4 റൂട്ട്.
കറസ്പോണ്ടിങ് ഫാക്ടേഴ്സ് 4 ഫാക്ടേഴ്സ് ആണ് കിട്ടുക. ആ 4 ഫാക്ടറും എടുത്ത് പ്രൊഡക്റ്റ് എടുത്ത് അതുകൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി 2 ഫാക്ടർ കിട്ടും. ക്വാഡ്രാറ്റിക് ഫാക്ടർ പിന്നെ ബാക്കി ഉണ്ടാവുക. അത് ഈക്വൽ ടു 0 കൊടുത്താൽ ബാക്കിയുള്ള റൂട്ട്സും കിട്ടും. അപ്പൊ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയിൽ കുറച്ച് കൂടുതൽ ലെങ്തി ആയിട്ട് ചെയ്യേണ്ടി വരുന്നതും കൂടെ ഇതിലുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആരൊക്കെയെന്നുള്ളത് ഞാൻ പറയാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഹിന്റായിട്ട് വേണമെങ്കിൽ തരാം എന്തെങ്കിലും സംശയം വന്നാൽ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം ഇന്ന്.